CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഹാത്യാഗത്തിന്റെ ഓർമ്മകളിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരവും പ്രത്യേക കുത്തുബയും നടന്നു. മണ്ണാർക്കാട് നഗരസഭ കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാർ തമ്മിൽ കടുത്ത വാക്കേറ്റവും ബഹളവും. കൗൺസിലർമാരുടെ ഓഫീസ് വാടക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് യോഗത്തെ ചൂടുപിടിപ്പിച്ചത്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ റോഡ് അപകടങ്ങൾ വിട്ടൊഴിയുന്നില്ല. കുളക്കാട് ഷാപ്പിന് മുന്നിലുള്ള അപകട വളവിൽ ടൂറിസ്റ്റ് ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മഹാത്യാഗത്തിന്റെ ഓർമ്മകളിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരവും പ്രത്യേക കുത്തുബയും നടന്നു. ഈദുൽ അദ്ഹ, ബക്രീദ്, വലിയ പെരുന്നാൾ എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സ്നേഹത്തിന്റെ ഓർമ്മകൾ കൂടിയാണ് സമ്മാനിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. മക്കയിലേക്കുള്ള വിശുദ്ധമായ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പൂർത്തീകരണ വേളയിലാണ് ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഒരേ വസ്ത്രമണിഞ്ഞ് ഒരേ മനസ്സോടെ ഒത്തുചേരുന്ന ഹജ്ജ് കർമ്മം മാനവരാശിയുടെ സമത്വത്തെയാണ് വിളിച്ചോതുന്നത്. രുചികരമായ വിഭവങ്ങൾ ഒരുക്കിയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വീടുകളിലേക്ക് ക്ഷണിച്ചും ബക്രീദ് ആഘോഷങ്ങൾ കൂടുതൽ സജീവമാക്കുന്നു. പങ്കുവയ്ക്കലിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശം നെഞ്ചിലേറ്റിക്കൊണ്ട് ചുറ്റുമുള്ളവർക്ക് തണലാകാൻ ഓരോ ബലിപെരുന്നാളും മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. ന്യൂസ് ഡെസ്ക് CCN. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് SKSF ചെർപ്പുളശ്ശേരി മേഖലാ കമ്മിറ്റി ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കും പെരുന്നാൾ ഭക്ഷണ വിതരണം നടത്തി. സമസ്ത മുബല്ലീഗ് EV കാജ മുഹമ്മദ് ദാരിമി വിഖായ ആക്റ്റീവ് വിംഗ് അംഗം സഫീർ നെല്ലായയ്ക്ക് ഭക്ഷണം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. SKSF ജില്ലാ സെക്രട്ടറി റഷി കമാലി പ്രമേയ പ്രഭാഷണം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് ഫൈസൽ നിസാമി അധ്യക്ഷനായി. SKSF സംസ്ഥാന സർഗലയ സമിതി വർക്കിംഗ് ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് ഫൈസി, ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് ദാരിമി, ജില്ലാ ഇസ്തിഖാമ ചെയർമാൻ ഷബീബ് അൻവരി എന്നിവർ ആശംസാ പ്രഭാഷണം നിർവഹിച്ചു. CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് നഗരസഭ കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാർ തമ്മിൽ കടുത്ത വാക്കേറ്റവും ബഹളവും. കൗൺസിലർമാരുടെ ഓഫീസ് വാടക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് യോഗത്തെ ചൂടുപിടിപ്പിച്ചത്. ആ ഏരിയയിൽ എത്രയാണോ പൈസ അവിടെ പിരമിഡ്കാരൻ പോയിട്ട് അന്വേഷിച്ചിട്ട് അതിന് കൊടുക്കട്ടെ. പിന്നെ റൂം എടുക്കാൻ അവിടെ 1000 അത് കൊടുക്കുക. 80,000 അടിച്ചിട്ട് വാടക കൊടുക്കും. പിന്നെന്ന് പറയുന്നത് ഈ എമൗണ്ട് എന്ന് പറയുന്നത് എവിടേക്കാണ് വരുന്നത്, ആരാണ് ഓണർ? നിങ്ങളുടെ പൊതു തീരുമാനമാണ് പറഞ്ഞത്. അല്ല, ഈ PWD റേറ്റ് തീരുമാനിക്കണതും NSTD പോയി സർവേ ചെയ്യണതും ഇതെന്തിനാണ്? അല്ലെങ്കിൽ ഒരു പൊതു വാടക നമ്മൾ നിശ്ചയിച്ചാൽ പോരെ? കഴിഞ്ഞ നഗരസഭാ പരിധിയിലെ വിവിധ ജനകീയ പ്രശ്നങ്ങളും യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു. പ്രദേശത്തെ പന്നിശല്യം കാരണം ജനങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും കാടുകൾ വെട്ടിത്തെളിക്കണമെന്നും തെരുവിളക്കുകൾ അടിയന്തരമായി സ്ഥാപിക്കണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. നഗരസഭയിലെ ഭരണപരമായ കാര്യങ്ങളെയും ഉദ്യോഗസ്ഥരെയും ചൊല്ലിയും യോഗത്തിൽ കൗൺസിലർമാർ തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടന്നു.
പയ്യനാട് റോഡിൽ 140 മീറ്റർ കണക്ഷൻ കൊടുക്കണം. ഇത് 4-5 വർഷമായി പയ്യനാട് റോഡ് പണിയെടുക്കണം അന്ന് തുടങ്ങിയതാണ്. അന്ന് ഞങ്ങൾ പിന്നാലെ നടക്കുന്ന ഇവിടെ പല പ്രാവശ്യം MLA പറഞ്ഞിട്ട്, പല പ്രാവശ്യം ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യില്ല. ഈ ഡ്രൈനേജിന്റെ അടുത്ത് ഒറ്റ കൈക്കോട്ട് കളച്ചാൽ കിട്ടുന്ന പൈപ്പ് തുടങ്ങണമെങ്കിൽ പിന്നെ PWD പെർമിഷൻ വേണം. എവിടെയുള്ള നിയമം അത്? ഒരു റോഡ് ടാറിതാക്കണേ ഇറങ്ങില്ല. ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ വാർത്തകൾ തയ്യാറാവില്ല. നിങ്ങൾ തേടി പയ്യനാട് റോഡിന്റെ ഡ്രൈനേജിന്റെ സൈഡിൽ ഒറ്റ കൈക്കോട്ട് കളച്ചാൽ കാണുന്ന പൈപ്പ്, അതിലൊരു കണക്ഷൻ കൊടുക്കാൻ PWD സമ്മതിക്കൂല. കുമരമുത്തൂർ പഞ്ചായത്ത് കൊടുക്കണം. കുമരമുത്തൂർ പഞ്ചായത്തിൽ മീറ്ററുകളോട് കളച്ചു കൊടുക്കണം. ഒരാളുടെ ലൈനുകൾ, അതും ഇതേ റോഡ്, ഇതേ KRPFന്റെ റോഡ് കുമരമുത്തൂർ പഞ്ചായത്ത് ചെയ്യണം. അറിവില്ലായ്മ ഉണ്ടെങ്കിൽ ചോദിച്ചു മനസ്സിലാക്കണമെന്ന് അനീസ് ഗസൻഫർ യോഗത്തിൽ പറഞ്ഞു. ഉദ്യോഗസ്ഥരെ ഭരിക്കേണ്ടത് ആരാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം ചെയർപേഴ്സണെ ചെറുതാക്കാൻ സമ്മതിക്കില്ലെന്ന് മുഹമ്മദ് ബഷീറും ഉറപ്പിച്ചു പറഞ്ഞു. എന്തെങ്കിലും അറിവില്ലായ്മയോ അറിയായോ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് നിങ്ങൾ പുതിയതാണല്ലോ അതിൽ മറ്റേ പല കാര്യങ്ങളും ഒരു നൊന്നിലല്ല, പല കാര്യങ്ങളും ഞാൻ ഒന്നിനെ കുറ്റപ്പെടുത്തി പറയല്ല. അല്ല, അത് പരിചയക്കുറവിന്റെ ബാക്കിയുള്ള കാര്യങ്ങളല്ല. ആ രീതിയിൽ ചെയർപേഴ്സൺ ചെറുതാക്കുന്നുണ്ട്. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നടക്കാത്ത കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാ. മണ്ണാർക്കാട് നഗരസഭയുടെ പുതിയ ഭരണസമിതി അധികാരത്തിലുണ്ട്. എത്ര ദിവസമാണ് സെക്രട്ടറി ഒരു കാര്യം ചെയ്യും. സെക്രട്ടറിമാരുടെ അടിയന്തരമായിട്ട് ഒരു പ്രമേയ ഞങ്ങളൊക്കെ പുതിയതാണ്. ഞങ്ങളിവിടെ വന്ന എത്ര കൗൺസിലിൽ സെക്രട്ടറി ഉണ്ടായി? സ്കൂൾ തുറക്കാൻ പോകുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് ബസ് സ്റ്റാൻഡ് പഴയ അവസ്ഥയിലേക്ക് ആക്കിത്തരണമെന്ന് കൗൺസിലർ ഷമീർ വാപ്പു ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ ഇപ്പോഴത്തെ ഈ ട്രാഫിക് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബസ് ഓപ്പറേറ്റർമാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞാൻ 9 വർഷം ബസ്സിൽ കണ്ടക്ടറായിട്ടും 9 വർഷം ബസിന്റെ ഓപ്പറേറ്ററായിട്ടും നടന്ന ഒരാളാണെന്ന നിലയ്ക്ക് ഞാൻ എന്നോട് പറയാണ്, ഇപ്പോഴത്തെ ഈ ട്രാഫിക് പരിഷ്കരണത്തില് മണ്ണാർക്കാട് നിന്നും ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി ഭാഗങ്ങളിലേക്ക് പോകുന്ന വണ്ടികൾക്ക് ആര്യമ്പാവ് വരെ കടന്നു പോകാനുള്ള സമയം 20 മിനിറ്റാണ്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഓണടി കേൾക്കുന്നത് എന്തുകൊണ്ടാണെന്നോ, മുമ്പിൽ വന്ന് നിർത്തിക്കൊണ്ട് ആളുകൾ ഇറക്കുന്ന സമയത്ത് ഇവിടെ നല്ല രീതിയിൽ ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. മണ്ണാർക്കാട് ആശുപത്രി പടിയിൽ നിന്നും കോടതിപ്പടി വരെ ഈ ബസ് പോകണമെങ്കിൽ 8 മിനിറ്റാണ് അനുവദിക്കപ്പെട്ട സമയം. ഈ സമയത്തിന്റെ ഉള്ളിൽ ഓടിയെത്താൻ കഴിയണില്ല. കൃത്യമായി സ്റ്റോപ്പുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് ബസ് ഓടുന്നത്. നാളെ മറ്റന്നാൾ സ്കൂൾ വരെ തുറക്കാൻ പോവുകയാണ്. ഇവിടുന്ന് ഞാനിപ്പോ കഴിഞ്ഞ വ്യാഴാഴ്ച ബസ്സിൽ വർക്ക് ചെയ്തു. ഞാൻ മുമ്പ് ഇത് വർക്ക് ചെയ്ത ആളായിരുന്നു, ഒരു കണ്ടക്ടറായിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു. ആ സമയത്ത് ഇവിടെ വന്നാലേ 4 മിനിറ്റ് ബസ് സ്റ്റാൻഡിൽ തന്നെ പോണ അവസ്ഥയാണ് ഉള്ളത്. ബഹുമാനപ്പെട്ട ഈ കൂടിയ മുഴുവൻ അംഗങ്ങളുടെ ഉത്തരവാദിത്തത്തോടു കൂടി എത്രയും പെട്ടെന്ന് ഈ ബസ് സ്റ്റാൻഡ് പഴയ അവസ്ഥയിലേക്ക് ബസ് സർവീസ് നടത്തേണ്ട ആ ഒരു കാര്യങ്ങൾ നിജപ്പെടുത്തി തരണമെന്നാണ് പറയാനുള്ളത്. CCN മണ്ണാർക്കാട്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ റോഡ് അപകടങ്ങൾ വിട്ടൊഴിയുന്നില്ല. കുളക്കാട് ഷാപ്പിന് മുന്നിലുള്ള അപകട വളവിൽ ടൂറിസ്റ്റ് ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പാലക്കാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ടൂറിസ്റ്റ് ബസ്സും ചെർപ്പുളശ്ശേരി ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ പിക്കപ്പ് ഡ്രൈവറായ ട്രിച്ചി സ്വദേശി ആനന്ദിന് ഗുരുതരമായി പരിക്കേറ്റു. ഇദ്ദേഹത്തെ ഉടൻ തന്നെ മാങ്ങോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് നിസാര പരിക്കുകളാണുള്ളത്. ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിട്ടയച്ചു. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ അടുത്ത കാലത്തായി അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഈ മാസം 8-ാം തീയതിയും ഇതേ പ്രദേശത്ത് വെച്ച് ലോറിയും ഇന്നോവ കാറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരുന്നു. പാതയിൽ ആവശ്യത്തിന് അപകടാസൂചന ബോർഡുകൾ സ്ഥാപിക്കാത്തതും വാഹനങ്ങളുടെ അമിത വേഗതയുമാണ് ഈ ഭാഗത്ത് അപകടങ്ങൾ പതിവാകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. CCN കടമ്പഴിപ്പുറം. കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി മണ്ണാർക്കാട് താലൂക്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള സ്കൂൾ വാഹന ഫിറ്റ്നസ് പരിശോധന തുടരുന്നു.
മണ്ണാർക്കാട് 176 സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തിയതായി അധികൃതർ അറിയിച്ചു. ഹാൻഡ് ബ്രേക്ക്, ടയർ, സ്പീഡ് ഗവർണർ, ഹോൺ, ഇൻഡിക്കേറ്റർ തുടങ്ങി GPS സിസ്റ്റം വരെ പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള പരിശോധനയാണ് നടത്തിവരുന്നത്. നിലവിൽ 175 സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടത്തിയതായി അധികൃതർ അറിയിച്ചു. ഇതിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാകാത്തതും വിദ്യാവാഹനിൽ രജിസ്റ്റർ ചെയ്യാത്തതും ഉൾപ്പെടെയുള്ള 30 വാഹനങ്ങൾ തിരിച്ചയച്ചു. മറ്റു ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്കൊപ്പമാണ് സ്കൂൾ വാഹനങ്ങളുടെയും പരിശോധന. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം സ്കൂൾ വാഹനങ്ങളുടെ മാത്രം പരിശോധനയും നടത്തിയിരുന്നു. തിങ്കളാഴ്ച 38 വാഹനങ്ങളാണ് പരിശോധിച്ചത്. ഇതിനു പുറമെ 30-ന് ഡ്രൈവർമാർക്ക് മാത്രമായി പ്രത്യേക ക്ലാസും നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ഒരു കുട്ടി പോലും നിന്നു യാത്ര ചെയ്യാൻ പാടുള്ളതല്ല. 12 വയസ്സ് മുതൽ പ്രായമുള്ള കുട്ടിക്ക് ഒരു സീറ്റ് നിർബന്ധം. ബസ്സിൽ കയറുന്ന മുഴുവൻ കുട്ടികളുടെയും പേരുവിവരങ്ങൾ ഉൾപ്പെട്ട രജിസ്റ്റർ ബുക്ക് ബസ്സിൽ കരുതണം. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ യാത്രാ വിവരങ്ങൾ അറിയുന്നതിന് വിദ്യാവാഹൻ ആപ്ലിക്കേഷൻ, CCTV ക്യാമറകൾ, ഓരോ ഡോറിലും ആയമാർ, ബസ്സിൽ നിന്നിറങ്ങുന്ന കുട്ടികളെ റോഡ് മുറിച്ചുകടക്കാൻ ഒറ്റയ്ക്ക് അനുവദിക്കാതിരിക്കുക, സ്കൂൾ ബസിന്റെ വേഗം 50 കിലോമീറ്റർ, സ്കൂൾ പരിസരത്ത് 30 കിലോമീറ്റർ സ്പീഡ് എന്നിവ നിർബന്ധമായി പാലിക്കാനും മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകി. CCN മണ്ണാർക്കാട്. ED ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പ്രതിഷേധിച്ച് മലപ്പുറത്ത് CPIM നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മലപ്പുറം CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് KSRTC പരിസരത്ത് സമാപിച്ചു. തുടർന്നു നടന്ന പൊതുയോഗം CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി VP അനിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു നയാ പൈസയുടെ അഴിമതി കണ്ടെത്താൻ കഴിയാതെ ചവിട്ടുകൊട്ടയിലിട്ടതാണ് ഈ കേസ്. ആ കേസാണ് VD സതീശനും നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹാർദ്ദ വിരുന്നിൽ തീരുമാനമെടുത്ത് 24 മണിക്കൂറിന്റെ ഉള്ളിൽ പിണറായിയുടെ വീടുകളിലെല്ലാം ED ഉദ്യോഗസ്ഥന്മാരെ കേന്ദ്ര സേനയെ വിന്യസിച്ചുകൊണ്ട് അതിക്രമിച്ച് കടന്ന് KP അനിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPIM പ്രാദേശിക നേതാക്കളും നിരവധി പ്രവർത്തകരും പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു. CCN മലപ്പുറം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതികളിൽ ED റെയ്ഡ് നടത്തിയതിൽ പ്രതിഷേധിച്ച് CPIM മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗത്തിൽ സർക്കാരിനും കേന്ദ്ര ഏജൻസികൾക്കുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് നേതാക്കൾ പ്രതികരിച്ചത്. അധികാരമില്ലാത്തപ്പോൾ പാർട്ടി കൂടുതൽ കരുത്താർജിക്കുമെന്ന മുന്നറിയിപ്പാണ് DYFI ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം നൽകിയത്. നിയമസഭയിലെ 140 സീറ്റിലും പരാജയപ്പെട്ടാലും കേരളത്തിന്റെ തെരുവിൽ സമരവുമായി തങ്ങൾ ഉണ്ടാകുമെന്നും ശ്രീരാജ് പ്രഖ്യാപിച്ചു. ഒരു കാര്യം ഞങ്ങൾ ഈ നാട്ടില് വലതുപക്ഷത്തോട്, വർഗീയവാദികളോട്, ഇപ്പൊ ഭരണം കിട്ടിയ UDFകാരോട് ഞങ്ങൾ മര്യാദക്ക് പറയുന്നു. ഈ കേരളത്തിലെ നല്ല രാജ്യത്തെ ഈ പാർട്ടി എന്ന് പറയുന്നത്, അധികാരമുള്ള സമയത്ത് ഈ പാർട്ടി എന്ന് പറയുന്നത് യൂണിഫോമിൽ കയറിയ അയ്യപ്പൻ നായരാണെങ്കിൽ, അധികാരമില്ലാത്ത സമയത്ത് ഈ പാർട്ടി എന്ന് പറയുന്നത് മുണ്ടൂർ കുമ്മാട്ടിക്ക് ജന്മികൾ പാണ്ഡികളെ ഇറക്കുമായിരുന്നു സഖാക്കളെ തീർക്കാൻ. ആ സഖാക്കളെ തീർത്ത മുണ്ടൂർ മാടനായി ഈ പാർട്ടി മാറുമെന്ന് ഈ നാട്ടിലെ വലതുപക്ഷത്തോട് ഞങ്ങൾ പറയുകയാണ്. എല്ലാ റെയ്ഡും നടക്കട്ടെ, എല്ലാ അന്വേഷണവും നടക്കട്ടെ, ഒരു അന്വേഷണത്തിനും ഞങ്ങൾ എതിരല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പാർട്ടിയെ തകർക്കാൻ,
ഇതിന്റെ നേതൃത്വത്തെ ഇല്ലാതാക്കാൻ അതുവഴി വർഗീയവാദികൾക്കും വലതുപക്ഷത്തിനും ഈ കേരളത്തിന്റെ മണ്ണിൽ ഇങ്ങനെ അടയിരുന്നു പോകാം എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ 140 സീറ്റിൽ പരാജയപ്പെട്ടാലും ഈ കേരളത്തിന്റെ തെരുവുകളിൽ സമരമായി ഞങ്ങൾ ഉണ്ടാകും, ഈ പാർട്ടി ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ അവസരത്തിൽ നടത്താനുള്ളത്. നോക്കൂ, ഈ കേരളത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ സംഘപരിവാറിന് വിധേയമായ ഒരു ഗവൺമെന്റ് ഉണ്ടാവുകയാണ്. എല്ലാ മേഖലയിലും സംഘപരിവാറിന്റെ ഏജന്റുമാര് വെച്ച് സംഘപരിവാർ പറയുന്നത് പോലെ ഭരിക്കുന്ന RSSന്റെ ചെരുപ്പ് നക്കിയായിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്കും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും തൽക്കാലം കീഴടങ്ങാൻ കേരളത്തിലെ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് കേരളം കത്തുമെന്ന മുന്നറിയിപ്പ് വെറുതെയല്ലെന്ന് CPIM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി പറഞ്ഞു. മര്യാദയ്ക്ക് ഭരിക്കാൻ കിട്ടിയാൽ ഭരിച്ചോണം. CPIMന്റെ കരുത്ത് എന്താണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേയുള്ളൂ എന്നും അദ്ദേഹം യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. അവർ എഴുതി കൊടുത്തു, ഇറങ്ങിപ്പോകുമ്പോൾ അവർ എഴുതി കൊടുത്തു, കണ്ണൂരിൽ അവർ എഴുതി കൊടുത്തു പോന്നു, ഞങ്ങൾക്ക് ഇവിടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാണ് കണ്ണൂരിൽ അവർ എഴുതി കൊടുത്തിട്ടുള്ളത്. കോഴിക്കോട് അന്വേഷണം നടത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അവരുടെ അന്വേഷണം കഴിഞ്ഞ് വീടിന് പുറത്തിറങ്ങുമ്പോൾ അവരോട് എഴുതി കൊടുത്തു, ഞങ്ങൾക്ക് ഒരു രേഖയും ലഭിച്ചിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവിടെ ജനങ്ങൾക്ക് എഴുതി കൊടുത്തിട്ടുള്ളത്. ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് അത് എഴുതി തന്നിട്ട് ഇവിടുന്ന് പോകാവൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് എഴുതി വാങ്ങിയിട്ടാണ് ഈ സമര കേരളം നരേന്ദ്രമോദിയുടെ ഏജന്റുകളായിട്ടുള്ള EDയെ കേരളത്തിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുള്ളത് എന്ന് നാം കാണണം. അതുകൊണ്ട് വെറുതെ പറഞ്ഞതല്ല. ഈ കേരളം കത്തുമെന്ന് പറഞ്ഞത് ഇതിനു മുമ്പ് ഒരുപാട് നമ്മൾ കേട്ടതാണ്. എന്നാണ് CPIMന്റെ സഖാക്കൾ CPIMന് നേരെ വന്നാൽ അന്ന് ഈ CPIMന്റെ ഒരു സാധാരണ പ്രവർത്തകനും ഒരു തീപ്പന്തമായി മാറുമെന്നുള്ള സൂചനകൾ മുമ്പ് കേരളത്തിൽ നേതാക്കൾ തന്നതാണ്. ഇന്ന് കേരളം കണ്ടു. കേരളത്തിലെ ഓരോ സഖാവും, കേരളത്തിലെ ഓരോ സാധാരണ മനുഷ്യനും ഇതുപോലെയുള്ള ഈ ഭരണകൂടത്തിന്റെ ഭീകരതയെ, ഈ ഭരണകൂടത്തിന്റെ തെമ്മാടിത്തരങ്ങളെ ചെറുക്കാൻ കേരളം ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങുമെന്നതിന്റെ സൂചനയാണ് ഇന്ന് കേരളം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് 102 സീറ്റിന്റെ അഹങ്കാരം കൊണ്ട് അധികാരത്തിൽ വന്ന ശ്രീ VD സതീശനോട് CPIMന് പറയാനുള്ളത്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ CPIMന്റെ കരുത്തെന്താണ് എന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേയുള്ളൂ. മര്യാദയ്ക്ക് ഭരിക്കാൻ കിട്ടിയാൽ ഭരിച്ചോളണം. ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിന് പകരം ആ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാതിരിക്കാൻ, അതിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ആരാധ്യരായ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും 10 വർഷക്കാലം ഈ നാട് ഭരിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും വേട്ടയാടാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ജീവൻ കൊടുത്തും ഞങ്ങളുടെ നേതാക്കളെ സംരക്ഷിക്കാൻ ഈ തെരുവുകളിൽ ഞങ്ങൾ ഉണ്ടാവും. പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പാർട്ടി പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും പങ്കെടുത്തു. CCN മണ്ണാർക്കാട്. വീഴ്ചകൾക്ക് തളർത്താനാവാത്ത അതിജീവനത്തിന്റെ കഥയുമായി മച്ചിങ്ങൽ ഉദയം വീട്ടിൽ ശോഭ വിജയൻ ഗുരുവായൂർ തിരുനടയിൽ ചിലങ്കയണിഞ്ഞ് അരങ്ങേറ്റം കുറിക്കും. 62 വയസ്സിലാണ് ശോഭ മോഹിനിയാട്ടം അഭ്യസിക്കാൻ തുടങ്ങിയത്. അപ്രതീക്ഷിതമായി സംഭവിച്ച വീഴ്ചയെ തുടർന്ന് കൈകാലുകളിലെ എല്ലുകൾ പൊട്ടി നടക്കാൻ പോലും സാധിക്കാതെ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോയതായിരുന്നു ഈ 64-കാരി. ഒപ്പം വെരിക്കോസ് വെയിൻ സമ്മാനിച്ച കഠിന വേദനയും. ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് എടയാറ്റൂർ സ്വദേശിയായ കോട്ടപ്പടി അരുണോദയിലെ നൃത്താധ്യാപകൻ നാട്യശ്രീ രമേശ് രാവുണ്ണി ശോഭയുടെ ജീവിതത്തിലേക്ക് വഴികാട്ടിയായി എത്തുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും വേദനകൾക്കും പരിഹാരമെന്നോണം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ശോഭ 62 വയസ്സിലാണ് മോഹിനിയാട്ടം അഭ്യസിക്കാൻ തുടങ്ങിയത്. നൃത്ത പരിശീലനത്തിലൂടെ ഇന്ന് ബുദ്ധിമുട്ടില്ലാതെ ശോഭയ്ക്ക് നടക്കാം, ചുവടുവയ്ക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് നേരത്തെ സാധ്യമാകാതെ പോയ നൃത്തത്തെ തിരിച്ചുപിടിച്ച സന്തോഷവും ശോഭയ്ക്കുണ്ട്. ഓട്ടോ ഡ്രൈവറായ ഭർത്താവ് മനോജും മക്കളായ വിഭുവും ആതിരയും അമ്മയുടെ മുന്നേറ്റത്തിൽ എപ്പോഴും കൂടെയുണ്ട്. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഹാത്യാഗത്തിന്റെ ഓർമ്മകളിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും രാവിലെ പെരുന്നാൾ നമസ്കാരവും പ്രത്യേക കുത്തുബയും നടന്നു.
മണ്ണാർക്കാട് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാർ തമ്മിൽ കടുത്ത വാക്കേറ്റവും ബഹളവും. കൗൺസിലർമാരുടെ ഓഫീസ് വാടക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് യോഗത്തെ ചൂടുപിടിപ്പിച്ചത്. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ റോഡ് അപകടങ്ങൾ വിട്ടൊഴിയുന്നില്ല. കുളക്കാട് ഷാപ്പിന് മുന്നിലുള്ള അപകട വളവിൽ ടൂറിസ്റ്റ് ബസും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.